ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് ഐ ആം വെൽക്കമിങ് ഓൾ ഓഫ് യു. നമ്മളെപ്പോഴും എല്ലാ മനുഷ്യരും പൊതുവെ സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും അല്ലെങ്കിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ സ്വന്തം ലൈഫിനെ കുറിച്ച് തന്നെ ആയിരിക്കും. നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ, നമ്മുടെ ലൈഫിലെ വിഷയങ്ങൾ, പിന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന അവസ്ഥകൾ, നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങൾ, പിന്നെ അല്ലെങ്കിൽ പ്രതീക്ഷകൾ. അപ്പോൾ എന്തു തന്നെ ആയാലും ശരി, നമ്മൾ ജീവിതത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കാറും ചിന്തിക്കാറും സങ്കല്പിക്കാറും. ചർച്ചകൾ മീൻസ് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എപ്പോഴും നമ്മൾ ഏറെക്കുറെ എല്ലാ മനുഷ്യരും അവരുടെ ഏറെക്കുറെ എല്ലാ സമയവും വിനിയോഗിക്കാറുള്ളൂ. അപ്പോൾ അതൊരു ഗിവൺ ഫാക്റ്റാണ് അല്ലേ, അതൊരു ട്രൂത്താണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് തെറ്റുകളൊന്നുമില്ല. കാരണം ജീവിതമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതും അല്ലെങ്കിൽ അതിലുള്ള പ്രതീക്ഷകളും ആശകളും ഹോപ്സ്, എക്സ്പെക്റ്റേഷൻസ്, ഡ്രീംസ്, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തിലൊന്നും തെറ്റൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് എ സിൻ, ഇറ്റ്സ് നോട്ട് എ ക്രൈം അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അംഗീകരിക്കുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടുമിക്ക എല്ലാ മനുഷ്യരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം, നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം അത് ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യമായിട്ടുള്ള ഒരു ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്, ഇനവിറ്റബിൾ പാർട്ട് ഓഫ് ലൈഫാണ്. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എ സീരീസ് ഓഫ് പ്രോബ്ലംസ് ആണ്. സീരീസ് ഓഫ് ഇഷ്യൂസ്, സീരീസ് ഓഫ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ സീരീസ് ഓഫ് ഈവൻറ്റ്സ്. ചില ഈവൻറ്റ്സ് നമുക്ക് ഫേവറബിൾ ആയിരിക്കും, ചിലത് നമുക്ക് നോട്ട് സോ ഫേവറബിൾ എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ചിലത് നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സമ്മാനിക്കുമ്പോൾ മറ്റു ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില അവസ്ഥകൾ, ഈവൻറ്റ്സ്, ഇൻസിഡൻസ് ഒക്കെ നമ്മളെ ഫേവർ ചെയ്യത്തില്ല. അത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ഫേവർ ചെയ്യാത്ത ഈവൻറ്റ്സും ഇൻസിഡൻസും ഒക്കെ വരുമ്പോൾ നമ്മളതിനെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ലേബൽ ചെയ്യുകയും ബ്രാൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. അല്ലാത്ത നമ്മളെ ഫേവർ ചെയ്യുന്ന അവസ്ഥകളെ നമ്മൾ പൊതുവെ എന്താണ് പറയുന്നത്, ക്രൈസിസ് ആയിട്ടോ പ്രോബ്ലംസ് ആയിട്ടോ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ അതാണ് നമ്മുടെ മനുഷ്യൻ്റെ പൊതുവെയുള്ള അപ്രോച്ച് അല്ലെങ്കിൽ നിലപാടുകൾ അല്ലെങ്കിൽ രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലൈഫിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യും. കാരണം ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഇപ്പം നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ ഇഷ്യൂസ് ആകുമ്പം നമുക്ക് അതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി, അപ്പം അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓരോ വ്യക്തിയുടെ കാര്യത്തിലാകുമ്പോൾ നമുക്കതിനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ജനറലൈസ് ആയിട്ട് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ബിക്കോസ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് മോർ ദൻ വൺ പേഴ്സൺ. നമ്മൾ പൊതുവെ പറയുന്നത് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ തന്നെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കാരണം നമ്മളെല്ലാം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതാണ്. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും പല ഘട്ടങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരേ തരം പ്രശ്നം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിൽ നേരിട്ട് മുമ്പോട്ട് ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇതിനകത്തിൽ എൻ്റെ ഒരു ഇപ്പം ഞാനും ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ട വ്യക്തിയാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും നമുക്ക് എന്നെ സംബന്ധിച്ച് പ്രശ്നമുള്ള വ്യക്തിയാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നത്തിന് സമാനമായിട്ടുള്ള പ്രശ്നമായിരിക്കത്തില്ല, പക്ഷേ എനിക്ക് എൻ്റെ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ തന്നെ ഉണ്ട്. ഇല്ല, നമ്മളെല്ലാം മനുഷ്യരാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കെല്ലാം ഈ പറഞ്ഞ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ മോറോലെസ് സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ അതിനകത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ ഇൻഡിവിജ്വലായിട്ടുള്ള അതിന് ഒരു എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു അളവിലും തോതിലും വ്യാപ്തിയിലും ഒക്കെ തന്നെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാമെന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകാം, പിന്നെ നമ്മുടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ഇടങ്ങളിലെ വിഷയങ്ങളുണ്ടാകാം, കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ജോബ് റിലേറ്റഡ് ഇഷ്യൂസ്, പിന്നെ നമ്മുടെ പ്രൊഫഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ മനുഷ്യൻ നേരിടുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ രണ്ട് വ്യക്തികളുടെ പ്രശ്നം ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആണെങ്കിൽ തന്നെയും അവരുടെ സാമ്പത്തികമാണ് അവരുടെ വിഷയമെങ്കിൽ തന്നെ രണ്ട് വ്യക്തികളുടെയും വിഷയം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും.
അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ലൈഫിൻ്റെ 2 ഫേസിൽ നേരിടുന്ന സെയിം ഇഷ്യൂ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, ലെറ്റ് ദാറ്റ് ബി എനിത്തിങ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഈസ് എ ഗിവൺ ഫാക്റ്റ് എന്ന് പറഞ്ഞു. അതിന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. നമ്മളായിട്ട് നിർമ്മിക്കപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കാം, നമുക്ക് സ്വാധീനവും നിയന്ത്രണവും ഇല്ലാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കാം. 2 പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 തരം ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോസ് ഡിസ്കസ് ചെയ്യാം. കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റുന്നതും കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത, അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കാരണം നമ്മൾ സ്മാർട്ട് ലൈഫ് ലീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ വീഡിയോക്കകത്തിൽ ഞാൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, നമ്മൾ സ്മാർട്ടാണ് എന്ന് നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 2 കാറ്റഗറി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഫോക്കസ്ഡ് ആകുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വറീഡ് ആകാതിരിക്കുക, അതിൽ അബ്സോർബ്ഡ് ആകാതിരിക്കുക. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മളതിനെ അതിൻ്റെ യഥാസമയം അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വി ആർ ഫൈൻഡിങ് എ സൊല്യൂഷൻ, അല്ലെങ്കിൽ വി ആർ ഫൈൻഡിങ് സൊല്യൂഷൻസ്. നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന് പറഞ്ഞാൽ വി ആർ ടേക്കിംഗ് യെറ്റ് അനദർ ആക്ഷൻ എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ മറ്റൊരു പ്രവൃത്തി അല്ലെങ്കിൽ മറ്റൊരു കർമ്മം നമ്മൾ നിർവഹിക്കുന്നു എന്നത് കൂടിയാണല്ലോ നമുക്ക് സൊല്യൂഷനും എന്ന് നമ്മൾ പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. അല്ല നമ്മൾ വെറുതെ ഐഡിയലായിട്ടും ലേസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രോബ്ലംസ് കനോട്ട് ബി സോൾവ്ഡ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പം ഐഡിയലായിട്ട് അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത്, ഇപ്പം നമുക്ക് റെസ്റ്റ് വേണ്ടിടത്താണെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ചുമ്മാ ഇരിക്കുകയാണ്, അതും ഒരു സൊല്യൂഷനാണ്. ഏതെങ്കിലും നമുക്കൊരു ഇൽനസ് അല്ലെങ്കിൽ ഡിസീസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ അഡ്വൈസ്ഡ് us ടു ടേക്ക് റെസ്റ്റ്. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യും, ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചുമ്മാ ഇരിക്കുന്നത് ഒരു സൊല്യൂഷനാണ് ചില പ്രശ്നങ്ങൾക്ക് മാത്രം. പക്ഷേ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ചുമ്മാതിരിക്കുക എന്നുള്ളത് ഒരു പ്രശ്ന പരിഹാരമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വാട്ട് വി ഹാവ് ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പ്രൈമറി ആയിട്ട് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലൈഫിൽ ഒരുപക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണിത്. എന്നുവെച്ചാൽ നമ്മൾ ജീവിതത്തെ പ്രായോഗികമായിട്ട് മാത്രം കാണുക. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് 100% സത്യം തന്നെയാണ്. ഭൂരിപക്ഷം ആൾക്കാർക്കും ജീവിതത്തെ അവർ പ്രായോഗികമായിട്ട് മാത്രമല്ല അവരെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതം പ്രായോഗികമാണ് എപ്പോഴും. ലൈഫ് ഈസ് റിയൽ, ലൈഫ് ഈസ് നോട്ട് അൺറിയൽ. കാരണം പ്രായോഗികമല്ലാത്ത, യാഥാർത്ഥ്യമല്ലാത്ത ഒരു ലൈഫും ഇല്ല. ജീവിതത്തിൻ്റെ യാതൊരു ഇൻസിഡൻറ്റും ഈവൻറ്റും ഒന്നും തന്നെ അപ്രായോഗികമായിട്ടുള്ള തലത്തിൽ സംഭവിക്കുന്നില്ല. കാരണം എന്ത് തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാലും അതെല്ലാം പ്രായോഗികമാണ്, അതെല്ലാം റിയലാണ്, അതെല്ലാം പ്രാക്ടിക്കൽ ഒരു തലത്തിൽ മാത്രമാണ് നടക്കുന്നതെന്നുള്ളത്. എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അവസ്ഥകളും എടുത്തു നോക്കി കഴിഞ്ഞാലും അത് പ്രായോഗികമാണ്, അത് റിയലാണ്, അത് ട്രൂ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം മനുഷ്യരുടെ എല്ലാം ജീവിതം ഇങ്ങനെയാണെങ്കിൽ തന്നെയും നമുക്കൊരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു സെൻസ് ഓഫ് പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് റിയാലിസം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഫിയർ ഔട്ട് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് ജനറലി നമുക്ക് ലൈഫ് പ്രായോഗികമാണ്, അല്ലെങ്കിൽ പ്രായോഗിക തലത്തിലാണ് ജീവിതം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജീവിതം ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും, എല്ലാ ഇൻസിഡൻസും, എല്ലാ ഈവൻസും പ്രായോഗിക തലത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് പാർട്ട് 1, അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് പ്രോമിനൻ്റ് അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ബാക്കിയുള്ള ലൈഫിൻ്റെ മൊത്തവും എക്സ്പ്രഷൻസ്. പിന്നെ നമ്മൾ പ്രോബ്ലംസെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്രോബ്ലം ആയാലും ശരി അതിന് പ്രായോഗികമായിട്ടുള്ള തലത്തിൽ പ്രായോഗികമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. കാരണം നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യരാകപ്പാടെ ഫിയർഫുൾ ആകും. ദേ ആർ അഫ്രൈഡ് ഓഫ് തിങ്സ്, ദേ ആർ ആങ്ഷ്യസ് ഓഫ് തിങ്സ്, ദേ ആർ സ്റ്റക്ക്, ദേ ആർ പാരലൈസ്ഡ്. അങ്ങനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പല മനുഷ്യരും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക എന്നുള്ളത് പ്രായോഗിക തലത്തിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഏത് പ്രശ്നത്തിനും അതിൻ്റെ ആയിട്ടുള്ള പ്രായോഗിക തലമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇൽനസ് അല്ലെങ്കിൽ സിക്നെസ് ഉണ്ടാകുന്നു, ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകുന്നു, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ. വാട്ട് വി ആർ ഗോയിങ് ടു ഡു? നമ്മൾ ചുമ്മാതിരിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ ആർ വി ഗോയിങ് ടു സിറ്റ് ഐഡിൽ? അല്ലെങ്കിൽ ആർ വി ഗോയിങ് ടു ഡു
നത്തിങ്, നമ്മളൊന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കത്തില്ലല്ലോ. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഫിസിഷ്യനെ അല്ലെങ്കിൽ ഡോക്ടറെ നമ്മൾ പോയി കൺസൾട്ട് ചെയ്തിട്ട് പിന്നെ അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിക്കേഷൻ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻജസ്റ്റ് ചെയ്യും, ഇല്ലേ? അതിന് വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ട്. പക്ഷേ അതാണ് ബേസിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് നമുക്ക് ഇൽനെസ് വരുമ്പോൾ, സിക്നസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എക്സ്പേർട്ടിനെ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് നോളജ് ഉള്ള വ്യക്തിയെ നമ്മൾ സമീപിക്കുക. കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വി ആർ ഓൾ നോട്ട് ഡോക്ടേഴ്സ്, ഇല്ല, വി ആർ ഓൾ നോട്ട് ഫിസിഷ്യൻസ്. നമ്മളാരും ഫിസിഷ്യൻസ് അല്ല, എല്ലാവരും ഫിസിഷ്യൻസ് അല്ല, പിന്നെ ഡോക്ടേഴ്സും അല്ല. അതുകൊണ്ട് ബിക്കോസ് വി ഹാവ് ടു ഗോ ദർ, വി ഹാവ് ടു കൺസൾട്ട് ഹിം ഓർ ഹർ, ആൻഡ് വി ഹാവ് ടു മൂവ് അക്കോർഡിംഗ്ലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡ്രഗ്സ് ഇൻ ദ സെൻസ് ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് നമുക്ക് മരുന്ന് ഉപയോഗിക്കുക. നമുക്കങ്ങനെ നമ്മുടെ ഇൽനെസ് അല്ലെങ്കിൽ സിക്നസ്സിനെ നമുക്ക് ട്രീറ്റ് ചെയ്യുക, ക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്കൊരു ജോബാണ് ആവശ്യമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ. അതിനപ്പുറത്ത് വേറെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഇല്ല. ജോബ് ഉള്ളിടത്ത് പോയിട്ട് നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട്, നമ്മുടെ സ്കില്ലുമായിട്ട്, നമ്മുടെ ടാലൻറ്റുമായിട്ടൊക്കെ അലൈൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സ്കില്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ പോയി നമ്മൾ ജോബ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ജോബ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ, ഇല്ലേ? ഇപ്പോൾ നമുക്ക് കിഴക്കോട്ട് നടന്നു പോകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കിഴക്കോട്ട് നടന്നു പോയേ പറ്റുള്ളൂ. പടിഞ്ഞാട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ അല്ല, ഇല്ലേ? നമ്മൾ നടക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ കിഴക്കോട്ട് നടന്നാൽ മാത്രമേ നമുക്ക് കിഴക്കോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ഇങ്ങനെ തന്നെ പ്രായോഗികമായിട്ടുള്ള അപ്രോച്ച് വളരെ അത്യാവശ്യമാണ്. പ്രായോഗിക ബുദ്ധി നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പ്രായോഗികത നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാഴ്ചപ്പാട്, ഇങ്ങനൊരു അപ്രോച്ച്, ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇങ്ങനൊരു സെൻസ് എന്നൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ സെൻസ് ഓഫ് ബീങ് പ്രാക്ടിക്കൽ, അല്ലെങ്കിൽ ഒരു റിയാലിസ്റ്റിക് ആയിട്ടുള്ള തലത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്രോച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരെയും സംബന്ധിച്ചും. അപ്പം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം ഇത് തന്നെയാണ്. ഒരുപക്ഷെ ഞാനും അതിനകത്തിലൊരു അംഗമായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം നമ്മളെന്നാണ് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരെ. കാരണം നമ്മളെല്ലാം അങ്ങനെയാണ് പിന്നെ കണ്ടീഷൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്ത് നമുക്കൊരു ഫ്രീഡം അത്യാവശ്യമാണ്. ബിക്കോസ് വി ഹാവ് ടു കം ഔട്ട് ഓഫ് ദാറ്റ് മിസറബിൾ സോൺ, ഇല്ലേ? അത് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ വി ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് സോൺ വിച്ച് ഈസ് നത്തിങ് ബട്ട് എ സീറോ സം ഗെയിം. സോ വി ഹാവ് ടു അപ്രോച്ച് ലൈഫ് ഇൻ എ പ്രാക്ടിക്കൽ മാനർ. ഒരു പ്രാക്ടിക്കൽ സെൻസ് നമുക്കുണ്ടാകണം. അപ്പോൾ അങ്ങനെ നമ്മളെ പരിശീലിപ്പിക്കുക എന്നുള്ളതും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ, നമ്മുടെ യങ് ജനറേഷനെയും അല്ലെങ്കിൽ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ്, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മളെ തന്നെ അങ്ങനെ സ്വയം പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു എന്താണ് പറയുന്നത്, ഒരു അർജൻറ്റ് മാറ്ററാണ് ശരിക്കും പറഞ്ഞാൽ. അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കുവാനും നമുക്കതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് കഴിയാനും നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു നടപടിക്രമം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രാക്ടിക്കൽ സെൻസ് ഉണ്ടാകുക, ലൈഫിനെ പ്രാക്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുക. ലൈഫ് പ്രാക്ടിക്കലാണ്, അതിനെ പ്രത്യേകിച്ച് നമ്മളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഭാഗത്ത് നടക്കേണ്ട ഒരു ഇനിഷ്യേറ്റീവാണ്, ഒരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇല്ലാത്തൊരു പ്രധാനപ്പെട്ട ഒരു പിന്നെ ക്വാളിറ്റി, ഇതൊരു ക്വാളിറ്റി തന്നെയാണ്. ഇറ്റ്സ് എ സ്കിൽ, ഇതൊരു ലൈഫ് സ്കില്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് ലൈഫിൽ ഒത്തിരി ആവശ്യം ലൈഫ് സ്കില്ലാണ്, നമുക്കില്ലാത്ത പ്രശ്നമാണ്. അങ്ങനെ ഇല്ലാത്ത ലൈഫ് സ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ലൈഫ് സ്കില്ലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ശരിക്കും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇൻബോൺ ആണോ ഇതൊക്കെ നമുക്ക് ഇൻബോണായിട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ നമ്മളൊരു സാമൂഹിക ജീവിയായിട്ടും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സ്കില്ലാണ്, ഡെവലപ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ അതിനെ നർച്ചർ ചെയ്യേണ്ട സ്കില്ലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൻസ് ഓഫ് പ്രാക്ടിക്കാലിറ്റി, അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധി, പ്രായോഗിക കഴിവ് നേടുക, അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ഒരു അപ്രോച്ച്, ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ളത് സ്കിൽ ഡെവലപ്മെൻറ്റ് ഭാഗം തന്നെയാണ്. അപ്പോൾ ഇത് ആരുണ്ടാക്കിയെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് സമൂഹത്തിൽ സ്കൂള്, കോളേജ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ കരിക്കുലം സിസ്റ്റം, അല്ലെങ്കിൽ ഈവൻ ഫാമിലിയിൽ പോലും ഇതൊന്നും നമുക്ക് ഒരിടത്തും അല്ലെങ്കിൽ വെളിയിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നുമില്ല. ശരിക്കും നമുക്ക് വേണ്ട സിസ്റ്റംസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമല്ല. അനാവശ്യമായിട്ട് വളരെ ചവറുകൾ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന സംവിധാനങ്ങൾ മാത്രമേ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതും വളരെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. സോ നമുക്കിത് തരുവാൻ പ്രത്യേകിച്ച് വേറെ ഇവിടെങ്ങും ആരുമില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം
വ്യക്തികൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എന്താണ് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്, സ്കില്ലാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫിനെ നമ്മൾ പ്രായോഗികമായിട്ട് കാണുക എന്നുള്ളത്. ലൈഫിനെ പ്രായോഗികമായിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് പ്രായോഗികമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഏത് പ്രശ്നത്തെയും നമ്മൾ ചെറുതായാലും വലുതായാലും ഏത് പ്രശ്നത്തിനെയും പ്രായോഗികമായിട്ടുള്ള തലത്തിൽ കൂടി പ്രായോഗികമായിട്ടുള്ള ആംഗിളിൽ കൂടി നമ്മൾ സമീപിക്കുകയും അതിന് പിന്നെ പര്യാപ്തമായിട്ടുള്ള സൊല്യൂഷൻ. ഇപ്പം നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ മൊബൈലിന് സോഫ്റ്റ്വെയർ ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്. ഇപ്പം രണ്ടായാലും ഇപ്പം നമുക്ക് മൊബൈലിൻ്റെ സോഫ്റ്റ്വെയർ കറപ്റ്റായി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് തീർച്ചയായിട്ടും റെക്ടിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാരണം അതിന് നോളജും സ്കില്ലുള്ള ഒരു വ്യക്തിയെ മാത്രമേ നമ്മൾ സമീപിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു പ്ലംബറുടെ അടുത്ത് നമ്മൾ പോകാറില്ല, ഒരു കാർപ്പൻ്ററുടെ അടുത്ത് നമ്മൾ പോകാറില്ല. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു പർട്ടിക്കുലർ മേഖലയുമായി ബന്ധപ്പെട്ട നോളജ് ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോകാറില്ല തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തിലെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഹാർഡ്വെയർ പ്രശ്നമുണ്ട്, നമ്മളെവിടെയാണ് പോകുന്നത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിവുള്ള വ്യക്തിയുടെ അടുത്താണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പൈപ്പ് സിസ്റ്റത്തിന് പ്ലംബിങ്ങിന് പ്രശ്നമുള്ളപ്പോൾ നമ്മൾ പ്ലംബറെയാണ് അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കാർപ്പൻ്ററുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഇൽനെസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസീസ് ഒക്കെ വരുമ്പോൾ ഡോക്ടേഴ്സിനെയാണ്. എൻജിനീയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്കൊരു വീട് പണിയെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എൻജിനീയേഴ്സിനെ ആർക്കിടെക്ട്സിനെയൊക്കെ ആയിരിക്കും നമ്മൾ സമീപിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എഡ്യൂക്കേഷനാണ് ആവശ്യമെങ്കിൽ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അറിവുള്ള ആൾക്കാരാണ് നമ്മൾ സമീപിക്കുന്നത്, ഇല്ലേ? ഇപ്പോൾ നമുക്കൊരു പൊളിറ്റീഷ്യൻ്റെ ഹെൽപ്പാണ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ ഹെൽപ്പാണ് നമുക്ക് വേണമെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ അവരെയാണ് സമീപിക്കുന്നത്. ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പോലീസിനെയാണ് സമീപിക്കുന്നത്. അല്ല നമ്മൾ അതുമായി ബന്ധമില്ലാത്ത ആൾക്കാരെയല്ല സമീപിക്കുന്നത്. അന്നേരം നമ്മൾ ഡോക്ടറെ അടുത്ത് കാണാൻ പോകത്തില്ല. അപ്പോൾ അങ്ങനെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, വ്യക്തികളുണ്ട്, സ്പെഷ്യൽ വേ ഓഫ് ഡൂയിങ് തിങ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സമീപിക്കുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ആ പ്രശ്നത്തിന് പരിഹാരം നമുക്ക് ലഭിക്കുന്നതും. അപ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ ഏറെക്കുറെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ കേസ് വരുമ്പോൾ പോലീസിൻ്റെ അടുത്താണ് പോകുന്നത്, അല്ലെങ്കിൽ അസുഖം വരുമ്പോൾ ഡോക്ടറുടെ അടുത്താണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അവിടെയൊക്കെ നമ്മൾ വളരെ എന്താണ് പറയുന്നത്, ഈ മാസ്റ്റേഴ്സാണ് അല്ലെങ്കിൽ സ്കിൽഡാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത. പക്ഷേ എന്നാലും നമ്മളെ അതൊന്നും എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ലോ. അതല്ലാതെ നമുക്ക് ജനറലായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന റെപ്പറ്റേറ്റീവായിട്ടുള്ള റെഗുലറായിട്ടുള്ള ഇഷ്യൂസിനെ നമുക്ക് ഫേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ സെൻസ് ഓഫ് പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ സെൻസ് ഓഫ് റിയാലിസം വളരെ അത്യാവശ്യമാണ് നമുക്ക്. അങ്ങനൊരു കാഴ്ചപ്പാടോടുകൂടി, അങ്ങനൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അപ്രോച്ചോടുകൂടി നമ്മൾ ആ പ്രശ്നത്തെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കത്തുള്ളൂ. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയല്ല എന്ന് ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തിനെ ഇത്ര എന്താണ് പറയുന്നത് സ്ട്രെസ് ചെയ്യുന്നത്. അപ്പം ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാകും, ലൈഫിൽ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ നമ്മളുടെ ഈ ഇഷ്യൂസിനെ നമ്മൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് നമുക്ക് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസിനെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി സൊല്യൂഷൻ കാണണമെങ്കിൽ നമ്മൾ ആദ്യം പ്രശ്നത്തിനെ ശരിക്കും ഡിഫൈൻ ചെയ്യേണ്ടി വരും. എന്താണ് നമ്മുടെ വിഷയം? നമുക്ക് വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഏതാണ് സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഡിഫൈനിങ് എ പ്രോബ്ലം അല്ലെങ്കിൽ നോയിങ് എ പ്രോബ്ലം ഈസ് ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. എന്നാൽ മാത്രമേ അതിനെ ഫിഗർ ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ രോഗം എന്താണെന്ന് ഡയഗ്നൈസ് ചെയ്താൽ മാത്രമേ അതിനുള്ള പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മെഡിസിൻസ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സിമിലർലി നമ്മളെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ഡയഗ്നൈസ് ചെയ്താൽ മാത്രമേ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഈ ഒരു പ്രായോഗിക സമീപനം ലൈഫിനെ പ്രായോഗികമാക്കുവാൻ, ലൈഫ് പ്രായോഗികമാണെന്ന് മനസ്സിലാക്കുവാനും ലൈഫിൻ്റെ പ്രശ്നങ്ങളെ പ്രായോഗിക തലത്തിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാനുള്ളൊരു അപ്രോച്ച്, ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാഫ് ദ ബാറ്റിൽ ഈസ് ഓവർ എന്നാണ് നമ്മൾ പറയുന്നത്. പകുതി യുദ്ധം നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ ഹാഫ് ദ പ്രോബ്ലം ഈസ് സോൾവ്, പകുതി പ്രശ്നം നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞു. കാരണം പ്രോബ്ലം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിനാണ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്കുള്ള പാതി വഴി നമ്മൾ എത്തിക്കഴിഞ്ഞു, മനസ്സിലായല്ലോ.
അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അപ്രോച്ച്, ഈ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഇപ്പോൾ എമർജൻസി ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെ ചിന്തിച്ചിരിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. പക്ഷേ എന്നാലും എമർജൻസി ലൈഫിൽ എപ്പോഴും എന്നും ഉണ്ടാകുന്നില്ലല്ലോ. വല്ലപ്പോഴും ഉണ്ടാകുമായിരിക്കാം, ചിലരുടെ ലൈഫിൽ എമർജൻസി ഉണ്ടാകത്തേ ഇല്ലായിരിക്കാം. നമുക്ക് എമർജൻസി എപ്പോഴും ഉണ്ടാകുന്ന കാര്യമില്ല. പക്ഷേ നോർമലായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിലെ വിഷയങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അങ്കലാപ്പ് ഒഴിവാക്കുക, ഫിയർ ഒഴിവാക്കുക, ആങ്സൈറ്റി, അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഒഴിവാക്കുക. ബി കൂൾ, ബി കാം. നമ്മുടെ മനസ്സിനെ നമ്മൾ സ്റ്റേബിലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രായോഗികമായിട്ടുള്ള തലത്തിൽ കൂടെ നമ്മളതിനെ യാത്ര ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും ലോജിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും എന്താണ് പറയുന്നത്, യുക്തിപരമായിട്ടുള്ള, ബുദ്ധിപരമായിട്ടുള്ള, അല്ലെങ്കിൽ വിവേകപരമായിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ജനറലായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറഞ്ഞില്ല. ഒരു പക്ഷേ അടുത്ത വരുന്ന വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയും. അപ്പോൾ തൽക്കാലം ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ജീവിതത്തിലൊരു പ്രായോഗിക ബുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, പ്രായോഗികമായിട്ടുള്ള സമീപനം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു എന്താണ് പറയുന്നത്, നമ്മളുടെ സ്കില്ലാണ് പ്രായോഗികമായിട്ട് നമ്മളതിനെ സമീപിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.